നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു വിചാരിക്കുന്നു. ഓക്കെ, ഇന്ന് ഞാൻ നമുക്ക് റിലേഷൻഷിപ്പ് റീഡിംഗ് നോക്കാം. ആൻഡ് ഇന്നത്തെ ക്വസ്റ്റ്യൻ യു വേഴ്സസ് തേർഡ് പാർട്ടിയാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് എന്താണ് ഫീലിങ്സ് ആൻഡ് തേർഡ് പാർട്ടിയോട് എന്താണ് ഫീലിങ്സ് എന്ന രീതിയിൽ എടുക്കാം. ഓക്കെ, ഞാൻ സാധാരണ നമ്മൾ 2 ഡെക്ക് യൂസ് ചെയ്ത് ഞാൻ ചെയ്യാറുണ്ട്. ഇത് ഇന്ന് വെറുതെ ഈ ഒരു ഡെക്ക് തന്നെ എടുക്കുന്നുണ്ട്, നോക്കാം നമുക്ക്. ഓക്കെ, ഒരുപാട് നമ്മൾ ഡെപ്തിലേക്കല്ല പോകുന്നത്, ജസ്റ്റ് നോക്കാം എന്താ കിട്ടുന്നതെന്ന്. കാർഡ്സ് വലുതായതുകൊണ്ട് സ്പേസ് ഓക്കെ നോക്കാം. ഫസ്റ്റ് റോയിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് വെക്കാം, സെക്കൻഡ് റോയിൽ താഴെ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് വെക്കാം. ഓക്കെ, ഫ്യൂച്ചർ ജസ്റ്റ് സിമ്പിളായിട്ടേ നമ്മൾ നോക്കുള്ളൂ, കൂടുതൽ നോക്കില്ല, ഡെപ്തിലേക്ക് പോകുന്നില്ല എന്ന്. ഓക്കെ, ആൻഡ് ഒറക്കൽ മെസ്സേജസ് കൂടി നോക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് എന്താണ്? ഓക്കെ, നിങ്ങളെക്കുറിച്ച് അവർക്ക് എന്താണ് ഫ്യൂച്ചറിൽ ആഗ്രഹം? എന്താണ് നിങ്ങളുമായിട്ട് ഫ്യൂച്ചർ എന്താണ് ആഗ്രഹം? ഫ്യൂച്ചർ എന്താണ് ആഗ്രഹം? ആൻഡ് ഓക്കെ, അവർ ആക്ഷൻ എന്തെങ്കിലും എടുക്കുമോ നോക്കാം. ഇവിടെ സ്പേസ് ഉണ്ടാവില്ല എന്നുള്ള ലേശം ബുദ്ധിമുട്ടുണ്ട്. ആക്ഷൻ എന്തെങ്കിലും എടുക്കുമോ? ഓക്കെ, ആൻഡ് ഓക്കെ, തേർഡ് പാർട്ടിയോട് ആക്ച്വലി ഇത് ആദ്യം പറയാം അല്ലേ? ഓക്കെ, എന്നിട്ട് തേർഡ് പാർട്ടിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഒരു സസ്പെൻസ് ഇരിക്കട്ടെ. ആദ്യം നിങ്ങളോട് തോന്നുന്നത് ഇവിടെ ജഡ്ജ്മെൻറ്റ് കാർഡാണ്. ജഡ്ജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കർമ്മ ഫേസ് ചെയ്യുന്ന കാര്യം പറയാറുണ്ട്. ജഡ്ജ്മെൻറ്റ് പറയുമ്പോൾ ന്യായമായത് ചെയ്യണം എന്ന രീതിയിൽ പറയാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് ഒന്നുമില്ലെങ്കിൽ ആക്ച്വലി പാസ്റ്റ് ലൈഫിൻ്റെ ഒരു നല്ല കർമ്മയുടെ ഭാഗമായിട്ടാണ് നിങ്ങളെ കിട്ടിയത് എന്നാണ് അവർ കരുതുന്നത്. അങ്ങനെയും ഒന്ന് പറയാം. ഓക്കെ, അത് മാത്രമല്ല ആക്ച്വലി നിങ്ങളോട് ന്യായമായത് ചെയ്യണം എന്ന രീതിയിൽ അവരുടെ മനസ്സിൽ ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് ഇതെവിടെയും എനിക്ക് ആ പാസ്റ്റ് ലൈഫ് എന്ന് വന്ന ഒരു ഫീലിംഗ് ഒക്കെ തോന്നുന്നുണ്ട്. ഇത് പിക്ചറും കാണുമ്പോൾ പാസ്റ്റിൻ്റെ ഒരു കാര്യം വീണ്ടും വന്നു എന്ന രീതിയിൽ. പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ പരിചയം ഉണ്ടായി കാണാം. ഓക്കെ, അത് തിരിച്ച് വന്നതായിരിക്കാം. പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ഫീലിംഗ് ഉണ്ട് ദാറ്റ് നിങ്ങൾ തമ്മിൽ ആ ഒരു അത്ര ഡീപ്പായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. നിങ്ങളോട് ന്യായമായത് ചെയ്യണം എന്ന രീതിക്ക് അവർ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, നൈറ്റ് ഓഫ് വോൺസും ഉണ്ട് ഇവിടെ. ഈ 2 കാർഡും ഞാൻ അത് തന്നെ എടുത്ത്. സോ നൈറ്റ് ഓഫ് വോൺസ് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ വളരെ ഹാപ്പി ആയിട്ട് ഒരു എന്താ പറയുക, സ്നേഹത്തോടെ ഓക്കെ, നിങ്ങളോടൊരു അട്രാക്ഷൻ, സ്നേഹം, ഫീലിങ്സ് എല്ലാം അവർക്കുണ്ട് എന്ന് പറയാം. ഓക്കെ, അത് മേ ബി തുടക്കം അങ്ങനെ ആയിരുന്നിരിക്കാം നിങ്ങൾ തമ്മിൽ. ആ മൊമെൻറ്റ്സ് ഒക്കെ അവർ ആലോചിക്കുന്നുണ്ട്, അവർക്ക് മനസ്സിലിപ്പോൾ ഡീപ്പ് ഫീലിങ്സ് ഉണ്ട് എന്ന് പറയാം. ആൻഡ് നമ്മൾ ചോദിച്ചത് അവർക്ക് നിങ്ങളുമായിട്ട് മുന്നോട്ട് എന്താ ആഗ്രഹം എന്നാണ്. അതിന് കാണുന്ന ഹൈറോഫൻ്റ് ആണ്. സോ തീർച്ചയായിട്ടും ഇവിടെ ഒരു അവർ വളരെ സിൻസിയറാണ് നിങ്ങളോട്. ഓക്കെ, അവർ വളരെ ഓണസ്റ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. അവരുടെ ഫീലിങ്സ് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. അവർ നിങ്ങളോട് ന്യായമായത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എന്തായാലും പറഞ്ഞു. അവർ നിങ്ങളുമായിട്ട് ശരിക്കും ഒരു ഫ്യൂച്ചറിൽ ഒരു മാരേജ് കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിക്കാണ് അവർ ആലോചിക്കുന്നത്. ഓക്കെ, സിൻസിയർ ആൻഡ് മോഡസ്റ്റ് ലവ്. അവർ അത്രയും ശരിക്കും സിൻസിയർ ആയിട്ട് തന്നെ നിങ്ങളുമായിട്ട് ഒരു ഫ്യൂച്ചർ വേണം എന്നവരുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ട്. ആൻഡ് 6 ഓഫ് സോഡ്സും ഉണ്ട് ഇവിടെ. എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇപ്പോൾ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ അതിനെ അവർ ഓവർകം ചെയ്ത് നിങ്ങൾ തമ്മിൽ സ്മൂത്തായിട്ട് ലൈഫ് മുന്നോട്ട് പോകണം എന്നവരുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്. നിങ്ങൾ തമ്മിൽ എന്ത് റിലേഷൻഷിപ്പും ആവാം, ഞാനത് പറഞ്ഞിട്ടില്ല. ആക്ച്വലി മേ ബി ഇവിടെ നിങ്ങൾ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ ക്രഷ് ആവാം നിങ്ങളുടെ, അല്ലെങ്കിൽ മീൻസ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങൾ ഫീലിങ്സ് പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർ പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അവരുടെ മനസ്സിലുണ്ട്. പിന്നെ എന്ത് റിലേഷനും ആവാം ഇവിടെ, റൊമാൻറ്റിക് എന്ന രീതിയിൽ മാത്രം കേട്ടോ. ഓക്കെ, ഹസ്ബൻഡ് വൈഫ് ആവാം. ആക്ച്വലി നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലും അവർ നിങ്ങളുമായിട്ട് മുന്നോട്ട് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാം. ആൻഡ് ഇവിടെ നമ്മൾ ഫ്യൂച്ചർ ആക്ഷൻ എന്തെങ്കിലും എടുക്കുമോ എന്ന് പറഞ്ഞു. പേജ് ഓഫ് സോഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ അവർക്ക് പേജ് ഓഫ് സോഡ്സ് പറയുന്നത് ആക്ച്വലി നമ്മൾ സ്റ്റോക്കിങ്ങിൻ്റെ പറയാറുണ്ട്. നിങ്ങളെക്കുറിച്ച് അവർ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ട് മാറി നിൽക്കുകയാണെങ്കിൽ അവർ ഇല്ല, ഈവൻ കോൺടാക്ട് ഉണ്ടെങ്കിൽ അടക്കം ചിലപ്പോൾ നിങ്ങൾ അധികം സംസാരിക്കാത്ത സമയത്തൊക്കെ അവർ നിങ്ങളെക്കുറിച്ച് മാക്സിമം അറിയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നറിയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. കാരണം അവർക്ക് എവിടെയോ
നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണം, മനസ്സിലാക്കണം, അല്ലെങ്കിൽ നിങ്ങളെ കൂടെ നിങ്ങൾ വേറെ ആരുടെയെങ്കിലും കൂടെയാണോ, നിങ്ങൾ വല്ലതും മാറിപ്പോവോ എന്നൊക്കെ പേടിയുണ്ടാവാം. ഓക്കെ, അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും. ഓക്കെ, അത് ഒന്നുമില്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആ സീനെ നോക്കുന്നുണ്ടാവും, നിങ്ങൾ വന്നോ പോയോ നോക്കുന്നുണ്ടാവും, നിങ്ങൾ വേറെ ആരോടെങ്കിലും സംസാരിക്കുന്നുണ്ടോ നോക്കുന്നുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവാം. ഓക്കെ, ആൻഡ് ഇവിടെ 10 ഓഫ് കപ്സ് ആണ്. യെസ്, നിങ്ങൾ തമ്മിൽ ഒരു ഹാപ്പി ഫാമിലി ആയിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. ശരിക്കും അവർക്ക് നിങ്ങളെ കൂടെ വേണം, ഒന്നിച്ച് വേണം എന്നാണ്. ആക്ച്വലി 2 കാർഡും പറയുന്ന മാരേജും ഫാമിലിയും ഒക്കെയാണ്. സോ നിങ്ങളെ കൂടെ വേണം, ഒന്നിച്ച് വേണം എന്നൊക്കെയാണ് അവർ ആഗ്രഹം. പക്ഷെ മേ ബി ഒരു പേടി ഉണ്ടാവാം, ചിലപ്പോൾ ഫുള്ളായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പേടി ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കും അവർ സ്റ്റോക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെയോ അവർക്കൊരു ഉള്ളിലൊരു പേടി, ഉൾഭയം അവർക്ക് കിടക്കുന്നുണ്ട്. നിങ്ങൾ വേറെ ആരെങ്കിലും കൂടെ ആണോ ഓൾറെഡി, അതോ ഇനി അവർക്ക് നിങ്ങളെ അർഹത ഉണ്ടോ എന്നുള്ള എന്തൊക്കെയോ ചിന്തകളായിരിക്കാം. അവരുടെ മനസ്സിൽ കുറേ ചിന്തകളുണ്ട്. അതുകൊണ്ട് അവർ നിങ്ങളെ സ്റ്റോക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ചിലപ്പോൾ നേരിട്ട് വന്ന് കാര്യങ്ങൾ പറയുന്നുണ്ടാവില്ല. ഓക്കെ, പക്ഷേ ആക്ഷൻ നമ്മൾ കാണുന്നത് അവർ നിങ്ങളെ കാര്യങ്ങളൊക്കെ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി മുന്നോട്ട് വന്ന് നിങ്ങൾക്കൊരു ഫാമിലി എന്ന രീതിയിൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്ന ആ ഒരു സ്റ്റെപ്പ് അവരെടുക്കാനുള്ള സാധ്യതയാണ്. ഓക്കെ, ഫ്യൂച്ചറിനെ ലാസ്റ്റ് പിന്നെ എടുക്കാം. ഓക്കെ, തേർഡ് പാർട്ടിയോടുകൂടി നമുക്ക് നോക്കാം. തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ്? 6 of cups, 4 of cups. ഓക്കെ, അവരോട് ഫ്യൂച്ചറിലേക്ക് തേർഡ് പാർട്ടിയുമായിട്ട് എന്താണ് ആഗ്രഹം? ഫുൾ കാർഡ്, ഡെത്ത്. ഓക്കെ, ആൻഡ് എന്താ ആക്ഷൻ എന്താണ് അവിടെ കാണുന്നത്? തേർഡ് പാർട്ടിയുടെ അടുത്ത ആക്ഷൻ, എംപറർ, 5 of wands. ഓക്കെ 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 ഓക്കെ, ആൻഡ് ചാരിയറ്റ് ഇവിടെ ഉണ്ട്. നേരത്തെ ഞാൻ ബോട്ടം ഓഫ് ദ ഡെക്ക് നോക്കിയില്ല, സാരമില്ല. നൈറ്റ് ഓഫ് സോർഡ്സ് ആൻഡ് ചാരിയറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഈ കാർഡ് നമ്മൾ ബോട്ടം ഓഫ് ദ ഡെക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പേഴ്സണിന് കൺഫ്യൂഷനാണ്. നിങ്ങളെയും തേർഡ് പാർട്ടിയെയും കണക്ട് ചെയ്തിട്ട് അവർക്ക് കൺഫ്യൂഷനാണ്. ആദ്യം അവർക്ക് ആരെ വേണം എന്നുള്ളൊരു ആലോചന പോലെയാണ് ഇവിടെ എനിക്ക് കാണുന്നത്. ഓക്കെ, ഞാൻ ചാരിയറ്റ് മൂവ്മെന്റ് ഉണ്ട് ഇതിനെക്കുറിച്ച് പറയാൻ. ഞാൻ ഇവിടെ കാണുന്നത് 6 of cups ആണ്. ഓക്കെ, തേർഡ് പാർട്ടിയുമായിട്ടുള്ളത് 6 of cups കണക്ഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മൾ മിസ്സിങ് എനർജി എന്ന് പറയാം. ഓക്കെ, മിസ്സിങ് എന്ന് മാത്രമല്ല, ആക്ച്വലി ഇവിടെ എനിക്ക് ഇത് കൂടുതലും എനിക്ക് ഫീൽ ചെയ്യുന്നത് ഫാമിലി എന്ന രീതിയിലാണ്. ഓക്കെ, കുട്ടികളുണ്ട്, ഇവർ ഓൾറെഡി മാരീഡ് ആയിരിക്കാം, ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം, അവർ ഓൾറെഡി മാരീഡ് ആയിരിക്കാം, കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഓക്കെ, ആൻഡ് ഇവിടെ 4 of cups ആണ്. സോ കൺസേൺഡ് ആൻഡ് അൺകൺസേൺഡ് രണ്ടും. ഓക്കെ, അൺകൺസേൺഡ്. ഓക്കെ, കൺസേൺഡ് ആൻഡ് കൺസേൺഡ് ആൻഡ് അൺകൺസേൺഡ്. ഓക്കെ, സോറി, അത് ക്ലിയർ അല്ല. ഓക്കെ, 4 of cups ആണ്. 4 of cups എന്ന് പറയുമ്പോൾ ആക്ച്വലി അതിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് പറയുന്നത്. എനിക്ക് അൺകൺസേൺഡ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ചില സമയത്ത് അവർക്ക് അതിൽ താല്പര്യമുണ്ട്, ചില സമയത്ത് അതിൽ താല്പര്യം ഇല്ല എന്നാണ് പറയുന്നത്. ഈ റിലേഷൻഷിപ്പിൽ, ഈ ബന്ധത്തിൽ. ഓക്കെ, ഇവിടെ നെഗറ്റീവ് ആണ് ആക്ച്വലി. കുട്ടികളും ഫാമിലിയും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ അവർ കണക്റ്റഡ് ആണ്. ഓക്കെ, ചിലവർക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയും പറയാം. പക്ഷേ അത് മാത്രമല്ല, ഒരു കർമ്മ തിരിച്ച് വന്നായിരിക്കും. ഇനി വേറെ പോട്ടെ, ഡെത്തും ഉണ്ട് ഇവിടെ അല്ലേ. ഓക്കെ, 6 of cups പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുട്ടികൾ, ഫാമിലി ആ രീതിക്ക് ഉണ്ട്. അവർ മാരീഡ് ആയിരിക്കും മോസ്റ്റ്ലി. 4 of cups പക്ഷെ അതിൽ അവർക്ക് താല്പര്യമില്ലാത്ത രീതിയിലാണ് കാണുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ കുട്ടികളോട് എന്നല്ല കേട്ടോ, സോറി, ആ പേഴ്സണിനോട്, തേർഡ് പാർട്ടിയോട് അവർക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവർ ആ റിലേഷൻഷിപ്പിൽ സ്റ്റിക്ക് ചെയ്യുന്ന പോലെയാണ്. ഓക്കെ, എന്താണ് ഇവർ ഇതിൽ ആഗ്രഹിക്കുന്ന മുന്നോട്ട് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഫൂള് കണ്ടപ്പോൾ ശരിക്കും നമ്മൾ ന്യൂ ബിഗിനിങ് എന്നാ പറയുക. പക്ഷേ ന്യൂ ബിഗിനിങ്ങിൻ്റെ ഒപ്പം വന്നത് ഡെത്താണ്, മിസറബിൾ ആൻഡ് ചേഞ്ചസ് ആൻഡ് എൻഡിങ്സ്. അപ്പോൾ അവർ ആക്ച്വലി ഇത് വിട്ടു പോകാനാണ് ആഗ്രഹിക്കുന്നത്. അവർ ഈ ലൈഫ് വിട്ട് വേറെ മാറിപ്പോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യം നമ്മൾ പറയും, യെസ്, പക്ഷെ ഇവിടെ നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഫൂൾ ആൻഡ് ഡെത്താണ് വന്നിരിക്കുന്നത്. ഫൂൾ എന്ന് പറയുമ്പോൾ ഇവിടെ അവർക്ക് വേറെ ഒരു സ്നേഹം, അതായത് നിങ്ങളോട് എന്ന് പറയാം. ഓക്കെ, അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന രീതിക്കാണ് ആഗ്രഹം. ഇവിടെ അവരുടെ ഈ സിറ്റുവേഷൻ അവർ എൻഡ് ചെയ്ത് മുന്നോട്ട് പോകണം. ഇതിൽ അവർക്ക് താല്പര്യമില്ല. ഓക്കെ, താല്പര്യമില്ലാതെ ആയിട്ടുണ്ട്. ആ പേഴ്സൺ തേർഡ് പാർട്ടിയോട് ആക്ച്വലി ഒരു വലിയ താല്പര്യമുള്ളതായിട്ടല്ല കാണുന്നത്. ഇതിൽ തേർഡ് പാർട്ടി ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്, പക്ഷേ ഈ പേഴ്സൺ ഹാപ്പി അല്ലാതെ നിൽക്കുന്ന പോലെയൊക്കെയാണ് കാണുന്നത്. സോ ഐ തിങ്ക് അവർ തമ്മിലും വലിയ ശരിയല്ല, ഞാൻ പറയാം കൂടുതൽ ഇവിടെ. അവർക്ക് ഈ റിലേഷൻഷിപ്പ് വിട്ട് മാറി എൻഡ് ചെയ്ത് മുന്നോട്ട് പോകണം എന്ന രീതിക്കാണ്. അതായത് അവർക്ക് ഒരു ന്യൂ ബിഗിനിങ് വേണം. നിങ്ങളെ ചൂസ് ചെയ്തു എന്നുള്ളത് വേറെ കാര്യം. ഓക്കെ, പക്ഷെ അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോകണം എന്ന രീതിയിലാണ് അവരെ മനസ്സിൽ. ഇവിടെ മേ ബി അവർക്ക് തോന്നുന്നുണ്ടാവും അവർക്ക് ഒരു സ്നേഹം കിട്ടുന്നില്ല എന്നോ, അല്ലെങ്കിൽ അവർക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ലൈഫല്ല ഇവിടെ എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഓക്കെ, നമ്മൾ ആക്ഷൻ്റെ കാര്യം പറഞ്ഞു. എംപററാണ്.
ആൻഡ് 5 of Wands ആണ്. സോ ഇവിടെ അവർ തമ്മിൽ ക്ലാഷസ് ആൻഡ് ഡിഫറൻസസ് എന്ന് വെച്ചാൽ ആർഗ്യുമെന്റ്സ്, ഓക്കെ, അവർ തമ്മിൽ ഇവിടെ കോൺഫ്ലിക്ട്സ് ആണ്. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് കാണുന്നത്. അവിടെ ഈഗോ ഉണ്ട്, രണ്ടുപേർക്കും ഈഗോ ഉള്ള വ്യക്തികളായിരിക്കാം. ഇത് രണ്ടാളും വിട്ടുകൊടുക്കുന്ന ഒരു തരമായിട്ട് തോന്നുന്നില്ല. ഓക്കെ, ഇവിടെ രണ്ടുപേരും ഐ തിങ്ക് ഒരു ഈഗോ ബാറ്റിലാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ മേ ബി തേർഡ് പാർട്ടി ഇവരെ വിട്ടുപോകാൻ തയ്യാറാവുന്നുണ്ടാവില്ല, കാരണം ഈഗോ ഉണ്ട് അവിടെ. ഓക്കെ, തേർഡ് പാർട്ടിക്ക് ആയിരിക്കാം ഈഗോ, നിങ്ങളുടെ പേഴ്സണും ആവാം. രണ്ടുപേരും ആക്ച്വലി അവിടെ ഈഗോ ക്ലാഷ് ആണ് നടക്കുന്നത്. അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ ഒരു സ്നേഹം എന്ന് പറയുന്ന ഫീലിങ്സ് ആയിട്ടൊന്നും ഇവിടെ കിട്ടുന്നില്ല. കുട്ടികളുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അവർ തമ്മിൽ ആദ്യം സ്നേഹമൊക്കെ ആയിരുന്നിരുന്നു, ശരിയാണ്, ഒരു അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർക്ക് ആ താല്പര്യം ഇല്ലാതെ ആയിട്ട് അതിൽ നിന്ന് വിട്ടുമാറി പോകണം എന്ന രീതിക്കാണ്. ആക്ച്വലി ഫുൾ കാർഡ് ഇവിടെ പറഞ്ഞത് അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരു ആഗ്രഹമാണ് കാണിക്കുന്നത്. പക്ഷെ ഓക്കെ, നമുക്ക് നോക്കാം ഫ്യൂച്ചർ എന്ന്. ആൻഡ് ചാരിറ്റും ഇവിടെ ഉണ്ടായിരുന്നു. ചാരിറ്റ് എന്ന് പറയുമ്പോഴും അവർ ഇവിടുന്ന് മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. തേർഡ് പാർട്ടിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഒരു ഫ്യൂച്ചർ കാർഡ് രണ്ട് ഭാഗത്തേക്കും എടുക്കാം. ഹാപ്പി അല്ല തേർഡ് പാർട്ടിയുടെ കൂടെ എന്ന് പറയാം. ഓക്കെ, മേ ബി കാണിക്കുന്നുണ്ടാവാം, മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ അവർ ഹാപ്പി ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ടാവാം. പക്ഷെ ആക്ച്വലി അവർ അങ്ങനെ ആണെന്ന് ഒട്ടും ഒരു കാർഡും ആക്ച്വലി അങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങളുമായിട്ട് ഒരു ഫ്യൂച്ചർ എന്താ കാണുന്നത്? 8 of Swords ആൻഡ് 9 of Wands. ഓക്കെ, ലേശം അകൽച്ചയുണ്ട്. അവിടെ ആക്ച്വലി ഇപ്പൊ കാണുന്നത് തൽക്കാലം നിങ്ങൾ തമ്മിൽ മേ ബി ഒരു സെപ്പറേഷൻ ആയിരിക്കാം, അകൽച്ചകളായിരിക്കാം, നിങ്ങൾ തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ടാവാം. അവരിപ്പോൾ അധികം നിങ്ങളോട് മേ ബി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ല, ഒരു അകൽച്ച വെച്ച് നിൽക്കുന്നുണ്ടാവാം എന്ന രീതിയിലാണ്. കാരണം അവരുടെ മൈൻഡ് ബ്ലോക്ക്ഡ് ആണ്. അവർ പല ടെൻഷനിലും ഗോ ത്രൂ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അതിപ്പോൾ ഈ സിറ്റുവേഷനെ കുറിച്ച് ആലോചിക്കുമ്പോഴായിരിക്കും. ഓക്കെ, അവർ ഫാമിലി അതിലുള്ള പ്രശ്നങ്ങൾ കാരണം അവർ വളരെയധികം ഇപ്പോൾ സ്ട്രെസ്ഡ് ആയിരിക്കാം. അവർ പെട്ട് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ്. അവർക്ക് ഒന്നും ഇപ്പം ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പം നിങ്ങളുടെ അടുത്ത് പോലും ഒരു ലേശം അകൽച്ച വെച്ചതായിട്ടാണ് എനിക്ക് കാണുന്നത്. പക്ഷെ അവരത് ഹാപ്പി ആയിട്ടല്ല ചെയ്തത്. ഓക്കെ, നിങ്ങളോട് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയാം, അത് അവർ സന്തോഷമായിട്ടല്ല നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നത്. അവരിവിടെ ഹാപ്പി ആയതുകൊണ്ടല്ല, പക്ഷെ അവരുടെ പല ടെൻഷനും കാരണം മേ ബി അവർ നിങ്ങളോട് ക്ലിയർ ആയിട്ട് അടുക്കുന്നില്ല എന്നുള്ളത് മാത്രം. നിങ്ങളുടെ അടുത്തും ഒരു അകൽച്ച വെച്ചിരിക്കുകയാണ്. ബിക്കോസ് അവരുടെ മനസ്സ് ശരിയല്ല, ഇപ്പോൾ എല്ലാം കൊണ്ടും അവർ ബ്ലോക്ക്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, തേർഡ് പാർട്ടിയുമായിട്ട് ഓക്കെ ഫ്യൂച്ചർ ഒന്നുകൂടി എടുക്കാം. ഓക്കെ, ഞാൻ എവിടെയെങ്കിലും ഇനി ആ ഭാഗത്തേക്ക് പോസിറ്റീവ് വരും ഫ്യൂച്ചറിലേക്കാന്ന് വിചാരിച്ചു. ഇല്ല. ക്വീൻ ഓഫ് സോൾസ്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് വളരെയധികം വഴക്കും ബഹളവും അല്ലെങ്കിൽ അവര് റെസ്പെക്ട് കൊടുക്കുന്നില്ല. തേർഡ് പാർട്ടി അവരെ റെസ്പെക്ട് ചെയ്യുന്നില്ല, എന്ത് തന്നെ ആയാലും. ഓക്കെ, തേർഡ് പാർട്ടിയുമായിട്ട് കോൺഫ്ലിക്ട്സ് ആണ് കാണുന്നത്. അവർ തമ്മിൽ നല്ലൊരു ഇതിലല്ല കാണുന്നത്. ഓക്കെ, തേർഡ് പാർട്ടി ഐ തിങ്ക് ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ട്. കാരണം ഇവിടെ വേറൊന്നുമല്ല, ഞാനത് പറയാൻ റീസൺ ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ്. ഏസ് ഓഫ് പെന്റിക്കിൾസ് പറയുമ്പോൾ കമ്മിറ്റ്മെന്റ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇന്നലത്തെ റീഡിങ്ങുമായിട്ട് വളരെയധികം മാച്ച് ഉണ്ട് ഈ സിറ്റുവേഷൻ. ഐ തിങ്ക് ഇപ്പോൾ മേ ബി അങ്ങനെ ഒരു എനർജി ആയിരിക്കാം പൊതുവെ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ വർക്ക് ചെയ്ത് എന്തൊക്കെ കിട്ടിയാലും അത് ആ ഫാമിലിക്ക് വേണ്ടി കൊണ്ടു കൊടുക്കുകയാണ്, തേർഡ് പാർട്ടിക്ക് കൊടുക്കുകയാണ്. അത് വെച്ച് തേർഡ് പാർട്ടി ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. തേർഡ് പാർട്ടിക്ക് എല്ലാം കിട്ടുന്നുണ്ട്, അവരവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. പക്ഷേ ഇതിലൊരു ടവർ മൊമെന്റ് തീർച്ചയായിട്ടും വരും. ഓക്കെ, ഇങ്ങനെ ഈ സ്ട്രെസ് അടിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്രത്തോളം ഒരു പേഴ്സണിനെ പിടിച്ചു വെക്കാൻ പറ്റും അല്ലേ? മറ്റേ ആൾക്ക് വേണ്ടി സന്തോഷിപ്പിച്ച് എത്ര കാലം നിൽക്കും? അവിടെ ടവർ മൊമെന്റ് തീർച്ചയായിട്ടും വരും. അവിടെ പ്രശ്നങ്ങൾ വരും. ആൻഡ് ഇവിടെ 7 of Cups ആണ്. സോ അവര് ശരിക്കും നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ മറ്റു ഓപ്ഷൻസിനെ കുറിച്ചാണ് അവർ ആലോചിക്കുന്നത്, നിങ്ങളെ കുറിച്ചാണ് ആലോചിക്കുന്നത്. മറ്റു ഓപ്ഷൻ പറയുമ്പോൾ ഇവിടെ നിങ്ങളെയാണ്. ഓക്കെ, അവർ നിങ്ങളെ കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. തേർഡ് പാർട്ടിയുടെ ലൈഫിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടാവാം കേട്ടോ, അവർക്കും ഓപ്ഷൻസ് ഉണ്ടാവാം. അങ്ങനെയും കാണുന്നുണ്ട്. 7 of Cups അങ്ങനെയും പറയാം. സോ അവർക്ക് ഓപ്ഷൻസ് ഉണ്ടാവാം മേ ബി. അവർ ഹാപ്പി ആയിട്ടാണ് നടക്കുന്നത്. തേർഡ് പാർട്ടിക്ക് ഇതൊന്നും ബോധറേഷനേ അല്ല. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അത് വല്ലാതെ നിങ്ങളുടെ പേഴ്സണിനെ ഈ കാര്യം വല്ലാതെ ബോധർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ അടുത്ത് പോലും ഒരു അകൽച്ചയാണ് കാണുന്നത്. പക്ഷെ അത് ഞാൻ അഗൈൻ ആൻഡ് അഗൈൻ എടുത്ത് പറയുന്നു, നിങ്ങളുടെ പേഴ്സൺ ഹാപ്പി ആയിട്ടല്ല നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നത്. അവർക്കും മനസ്സ് ശരിയല്ല. അവരെ ലൈഫ് അവർ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ടൊക്കെ സ്ട്രെസ്ഡ് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ ഈ സിറ്റുവേഷനിൽ ചിലപ്പോൾ വിട്ടുപോകാൻ അവർക്ക് പറ്റുന്നുണ്ടാവില്ല. ബിക്കോസ് കമ്മിറ്റ്മെന്റ് ആണ് അല്ലേ? കമ്മിറ്റ്മെന്റ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു മാരീഡ് ആണെങ്കിൽ യെസ് അവർ കമ്മിറ്റഡ് ആണ്. ആൻഡ് കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്ന് വിട്ടുപോകാൻ അവർക്ക് ഒരു ടെൻഷൻ ഉണ്ട്, ആഗ്രഹമൊക്കെ ഉണ്ട്, അവർക്ക് വിട്ടുമാറി പോകണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ സാധിക്കുമെന്ന് അറിയില്ല അല്ലേ? അപ്പൊ അതിന്റെ ഒരു ടെൻഷനും കാര്യങ്ങളും കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് പോലും ഒരു ഒന്നും പറയാതെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പൊ തൽക്കാലം ഫ്യൂച്ചർ എന്ന രീതിക്ക് നമുക്ക് കിട്ടിയത് ഒരല്പം അകൽച്ചയാണ്. കുറച്ചു കാലത്തേക്ക് അത് ഉണ്ടാവാം, ഒരു ചെറിയ ഫേസ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക് ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ അടുത്ത് മാത്രമായിട്ട് ജസ്റ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, എന്തായാലും നമ്മൾ ഈ കാർഡിന്റെ ഒരു ഔട്ട്കം എന്ന രീതിയിൽ നമുക്ക് നോക്കാം.
ഒരു കുറച്ച് ദിവസത്തിന് ശേഷം, ഓക്കെ, ഇപ്പോഴത്തന്നെ അല്ല, ഈ എനർജി ഇപ്പോഴത്തെ അല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ ഒരു അപ്രോച്ചിൽ എന്തെങ്കിലും ഒരു മാറ്റം കാണുമോ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്ന് നോക്കാം. ഓക്കെ, ഒരു 1 വീക്കോ 10 ഡേയ്സ് ഒക്കെ പിടിച്ചോളൂ. ഓക്കെ, ഏസ് ഓഫ് വാൻസ്, ഗുഡ്. നിങ്ങളുടെ പേഴ്സണും നിങ്ങളോട് എന്തായിരിക്കും മുന്നോട്ട്? കിങ് ഓഫ് കപ്സ്, ഒരു കാർഡ് കൂടി എടുക്കാം. Seven of Pentacles, Chariot, yes, Two of Wands. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. യെസ്, ന്യായമായത് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ന്യായമായത് ചെയ്യും എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ ഫ്യൂച്ചറിൽ യെസ് ചില കുറച്ച് സമയം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ചെറിയ അകൽച്ച ഉണ്ടാവാം. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ട ഈ സിറ്റുവേഷനിൽ എന്നറിയാതെ ഇരിക്കുന്നുണ്ട്. അവർക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഇതിലെ സിറ്റുവേഷൻ, അവരുടെ സിറ്റുവേഷൻ ഗ്രോത്ത് ഉണ്ടോ അതോ നിങ്ങളുടെ സിറ്റുവേഷനിലേക്ക് കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവുമോ എന്നൊക്കെ അവർ ആലോചനകളുണ്ട്. Two of Pentacles-ഉം Two of Wands ഉണ്ട് ഇവിടെ. സോ അവർ ആലോചിക്കുന്നുണ്ട്, അവർ ഡിസിഷൻ എടുക്കാൻ ആലോചിക്കുകയാണ്. 2 പേഴ്സൺ ഉണ്ട്, കണ്ടോ? ആ 2-ൽ നിന്ന് എന്താണ് വേണ്ടത് എന്ന് അവർ ആലോചിക്കുന്നുണ്ട്. ജസ്റ്റിസ് ചെയ്യണം എന്ന അവർക്ക് ആലോചനയുണ്ട്, ന്യായമായത് ചെയ്യണമെന്ന ആലോചനയുണ്ട്. ആൻഡ് ഇവിടെ പക്ഷെ ചാരിയറ്റ് ആണ് ഫൈനലി കാണുന്നത്. ഓക്കെ, ഒരു മൂവ്മെന്റ് ഉണ്ടാവും, അവരുടെ ഭാഗത്തുനിന്ന് ഒരു മൂവ്മെന്റ് കാണും. ഒരു ചോയ്സ് അവർ എടുക്കാൻ ചിലപ്പോൾ സമയം എടുക്കും. ഓക്കെ, അതിൻ്റെതായ ഒരു സമയം എടുക്കും. പക്ഷെ അവർ മുന്നോട്ട് വരും, നിങ്ങളുടെ അടുത്തേക്ക് വരും. ഏസ് ഓഫ് വോൺസ് ആണ് കാണുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് വളരെയധികം പാഷനേറ്റ് ആയിട്ട് ഒരു പുതിയ തുടക്കത്തിന് അവർ വരും. ആൻഡ് കിങ് ഓഫ് കപ്സ് ആണ് ഇവിടെ. സോ ഫീലിങ്സ് നിങ്ങളോട് തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, വളരെ റൊമാൻറ്റിക് ഫീലിങ്സ് ഒക്കെ ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യാൻ വരുമായിരിക്കുന്നല്ല, വരും. ഓക്കെ, ചാരിയറ്റ് ആണ്. സോ അവർ നിങ്ങളെ കാണാൻ വരാം, നിങ്ങളെ വിളിക്കാം, മെസ്സേജ് ചെയ്യാം, കാണാൻ വരാം, എന്തും ഉണ്ടാവാം. ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ ഇപ്പോഴത്തെ അവരുടെ മാനസികാവസ്ഥ ഒരു ചേഞ്ച് വരും. ആ മാറ്റം പക്ഷെ അവരൊരു ജസ്റ്റിസ് ചെയ്യണം ശരിക്കും, അല്ലെ? അവർ ന്യായമായ ഒരു തീരുമാനം എടുക്കാനുണ്ട്, പക്ഷെ അതിൻ്റെതായ സമയം എടുക്കും. ഓക്കെ, തൽക്കാലം പക്ഷെ ഇത് വരും, കോണ്ടാക്ട് വരും, നിങ്ങളോട് പുതിയ തുടക്കം കാണുന്നുണ്ട്. നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാം. അവർ തീരുമാനിക്കട്ടെ. ഓക്കെ, അവരുടെ ലൈഫിൽ അവർക്ക് എന്താണ് നല്ലത് എന്നൊക്കെ അവരും മനസ്സിലാക്കട്ടെ. ചില കാര്യങ്ങൾ അവർ മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, ന്യായമായത് അവർ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ആൻഡ് സോ എല്ലാവർക്കും ആക്ച്വലി ഇല്ല, സോറി, നിർത്തിയില്ല. മെസ്സേജസ് കൂടി കുറച്ചെടുത്തേക്കാം. നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സ് എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കാം. യൂണിവേഴ്സ് നിങ്ങളോട് ഗൈഡൻസ് എന്താ പറയുന്നത്? ഞാൻ കുറേ സംസാരിച്ച് കഴിയുമ്പോൾ എനിക്കിതൊരു ടയർഡായി പോകണം, കൊണ്ട് നിർത്തിയതോ. ഓക്കെ, യു ആർ ലിമിറ്റ്ലെസ്, യു ക്യാൻ ഡു എനിത്തിങ് യു ചൂസ്. ഇത് നിങ്ങൾക്കുള്ള അഡ്വൈസ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഹാവ് പേഷ്യൻസ് എന്ന് പറയുന്നുണ്ട്. ലവ് ഇസ് പേഷ്യൻ്റ് ആൻഡ് കൈൻഡ് ഓൾവേസ്. ഓക്കെ, നിങ്ങൾ കുറച്ച് ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് കഴിവുകളുണ്ട് എന്നാണ് പറയുന്നത് യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പോസിബിലിറ്റീസിനെ കുറിച്ച് ചിന്തിക്കുക, നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ചിന്തിക്കുക. ടേൺ ഓൺ യുവർ ഹാർട്ട് ലൈറ്റ്, റിഫ്ലക്ട് ഓൺ എ ടൈം വെൻ യു എക്സ്പീരിയൻസ് ലവ്. ആക്ച്വലി നിങ്ങൾ പേഴ്സണിനെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ്, ഓക്കെ, നിങ്ങൾ തമ്മിൽ എൻജോയ് ചെയ്ത ടൈംസ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അത്രയും സ്നേഹം ഷെയർ ചെയ്ത സമയങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർക്കുക. ഓക്കെ, അവരെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട, കാരണം അവരും ചില സിറ്റുവേഷൻ ഗോ ചെയ്യാണ്. ക്ഷമയോടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അവരെക്കുറിച്ച് നെഗറ്റീവ് പറയണ്ട. ഓക്കെ, തൽക്കാലം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി മിണ്ടാതിരിക്കുക. റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ ഇസ് എസെൻഷ്യൽ. നിങ്ങൾ കുറച്ചൊന്ന് ബ്രേക്ക് എടുക്കാം. ഓക്കെ, നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യേണ്ട, കുറച്ച് റിലാക്സ് ചെയ്യുക, റെസ്റ്റ് ചെയ്യുക, പേഷ്യൻസ് വെക്കാം. ഓക്കെ, അവനവനെ കെയർ ചെയ്യുക. ആക്ച്വലി നിങ്ങളെ തന്നെ കെയർ ചെയ്യൂ കുറച്ച്. ലവ് ഹൂ യു ആർ ഡിവൈൻ, ഡിലൈറ്റ്ഫുൾ ആൻഡ് ഡിസേർവിംഗ് ഓഫ് ദ വണ്ടർഫുൾ തിങ്സ് ലൈഫ് ഹാസ് ടു ഓഫർ. നിങ്ങളിത് മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ ആക്ച്വലി ആ ഇപ്പോൾ വേറെ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ കൂടെ ആണെങ്കിൽ നിങ്ങൾ തീരുമാനിക്കാം, നിങ്ങളുടെ കയ്യിൽ ചോയ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇത് വേണോ, ഇങ്ങനെ ബന്ധം വേണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിച്ച് മൂവ് ഓൺ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അവർക്ക് വിഷമാവും എന്ന് വിചാരിച്ച് നിങ്ങൾ നിൽക്കേണ്ട കാര്യമില്ല. അവർക്ക് സ്നേഹമുണ്ട് എന്ന് വിചാരിച്ചും നിങ്ങൾ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു ആക്ഷൻ അവരെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണോ എന്നുകൂടി, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. ഓക്കെ, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്, നിങ്ങളൊരു സ്നേഹം ഡിസേർവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും പറയരുത് അവർക്ക് എനിക്കെന്തോ കുറവുള്ളതുകൊണ്ടാണ് അവർ വേറെ ആളുടെ അടുത്ത് എന്ന് പറയരുത് ഒരിക്കലും. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണോ, നിങ്ങൾ അങ്ങനെ വളരെ നല്ലത് തന്നെയാണ്, അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സൺ മതി നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരും തീർച്ചയായിട്ടും. അത് ഈ പേഴ്സൺ ആയാലും വേറെ ആയാലും. ഓക്കെ, നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക, ദാറ്റ് യു ഡിസേർവ് ലവ് എന്ന് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. പ്രാക്ടീസ് കമ്പാഷൻ, സീ തിങ്സ് ഫ്രം ഫ്രഷ് പെർസ്പെക്റ്റീവ്. ഓക്കെ, കാര്യങ്ങൾ ആക്ച്വലി അവരുടെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡിങ്ങോടെ നിൽക്കുക. അതായത് കുറ്റപ്പെടുത്തണ്ട എന്ന് മാത്രം. അതാണ് ഇപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായത്. നിങ്ങൾ അവരെ ഇപ്പോൾ ഒരുപാട് കുറ്റപ്പെടുത്തൽ, അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നു, എന്നെ വിട്ടുപോയി, എൻ്റെ അടുത്ത് മാറിപ്പോയി, അങ്ങനെ കുറ്റപ്പെടുത്തലുകൾ ചെയ്യാതിരിക്കാം. ഓക്കെ,
ആൻഡ് സ്പീക്ക് ദ ലാംഗ്വേജ് ഓഫ് ലവ് എന്ന് പറയുന്നുണ്ട്. സ്നേഹത്തോടെ സംസാരിക്കുക, സ്നേഹത്തോടെ പെരുമാറുക. ഓക്കെ, കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരാം, സ്നേഹത്തോടെ കാര്യങ്ങളെ ഡീൽ ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലതേ വരൂ. അത് ഈ പേഴ്സന്റെ അടുത്ത് എന്ന് മാത്രമല്ല, നിങ്ങൾ അവനവനോട് സ്നേഹത്തോടെ ഇരിക്കുക, അവനവനോട് കമ്പാഷൻ കാണിക്കുക, അവനവനെ കെയർ ചെയ്യുക. ആൻഡ് മറ്റുള്ളവരോട്, നിങ്ങളുടെ ചുറ്റുമുള്ള മറ്റുള്ളവരോട് കൂടി നിങ്ങൾ സ്നേഹത്തോടെ പെരുമാറാനും അവരെയൊക്കെ മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കുക. അത് നിങ്ങളുടെ ഉള്ളിൽ ഒരു പേഷ്യൻസ് വളർത്തും, ക്ഷമ വളർത്തും. ആ ക്ഷമ വരുമ്പോൾ നിങ്ങൾ ഒരുപാട് മറ്റു കാര്യങ്ങളെ നിങ്ങൾക്ക് ഡീൽ ചെയ്യാനും സാധിക്കും. ഓക്കെ, നിങ്ങൾ ഇമോഷണലി ഡൗൺ ഒന്നും ആവാതിരിക്കുക. ഓക്കെ, പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, എപ്പോഴും പോസിറ്റീവായിട്ട് മൈൻഡ് വയ്ക്കാം, നല്ലത് ചിന്തിക്കാം. എന്തിനാ വെറുതെ നെഗറ്റീവ് ചിന്തിച്ച് കൂട്ടുന്നത്? അവർക്ക് എന്നെ വേണ്ടാതെയാണ്, അവർക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്തിനാ നെഗറ്റീവ് ചിന്തിക്കുന്നത്? അവരുടെ സിറ്റുവേഷൻ ഇപ്പോൾ തൽക്കാലം ശരിയല്ല, അതുകൊണ്ടാണ് അവരിങ്ങനെ എന്ന് നിങ്ങൾക്ക് ആലോചിച്ചുകൂടെ? അല്ലേ? കുറച്ച് വിട്ടുകൊടുക്കുക. ഇനി ഇപ്പൊ തൽക്കാലം കുറച്ച് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, പേഴ്സൺ തീരുമാനം എടുക്കോ ഇല്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ തൽക്കാലം അവർ ആലോചിക്കട്ടെ. ഓക്കെ, അവർ വരട്ടെ സമാധാനത്തിൽ. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.